അസ്സലാമലൈക്കും. ആദ്യ ഫാഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി മെറ്റീരിയൽ തന്നെയാണ്. ഭയങ്കര സോഫ്റ്റ് മസിലിൽ വരുന്ന മെറ്റീരിയലാണ്. അത് ചെറിയൊരു മിക്സ് ആയിട്ട് എന്തിട്ടുണ്ട് സിൽക്ക് കൊടുത്തു. കാരണം സിൽക്ക് കൊടുക്കാൻ കാരണം വെച്ചാൽ കുറച്ചൊന്നും എന്ത് ചെയ്യണം, ഒരു ഗമ കിട്ടണം. അതായത് ഭയങ്കരമായിട്ട് കുഴഞ്ഞന്നെ കിടക്കുമ്പോൾ വലിയ ഫീല് കിട്ടിയെന്നല്ല ഇങ്ങനത്തെ മെറ്റീരിയൽ ഇട്ടാ. ഇങ്ങനത്തെ പ്രിന്റഡിൽ വരും. പ്രിന്റഡ് ഭയങ്കരമായിട്ട് കുഴഞ്ഞിരുന്ന വലിയ സുഖം കിട്ടില്ല. ഞാൻ ഇന്നലെ ഇട്ടാൽ ലൈൻ ടൈപ്പ് പാറ്റേൺ ആയിരുന്നു. ഇന്നലെ മിഞ്ഞാന്നാണ് ഇട്ട സാധനം. അതൊക്കെ നല്ല എൻക്വയറി കിട്ടിയ സാധനം. നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്. അതിലൊക്കെ വരുന്ന മെറ്റീരിയൽ ആണ് വരുന്നത്. നല്ല എൻക്വയറി എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള പാറ്റേൺ ആണ്. പിന്നെ വേറെ പറയാനുള്ളത് പറഞ്ഞാല് നമ്മൾ ഇന്നലെ ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. 3 മെറ്റീരിയൽ 999 രൂപയുടെ മെറ്റീരിയലാണ്. അത് നമ്മൾ 80 പീസിൽ നിന്ന് നമ്മൾ ബോംബെ പോയിട്ട് അവിടെ പോയിട്ട് 80 പീസ് കണ്ട് ആ 80 പീസിൽ നിന്ന് നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് 10 എണ്ണം എടുത്തിട്ടുള്ളതാണ്. ആ 10 എണ്ണമാണ് നമ്മൾ എന്നിട്ടുള്ളത് ഹൈ കോസ്റ്റ് ചെയ്തിരുന്നത്. അല്ല അത്രയും എന്താ പറയാ, അത്രയും പീസുകൾ നമ്മൾ എടുത്തിട്ടുള്ളതായിരുന്നു. ആ 10 എണ്ണം ആക്കിയിട്ട് ഒരുപാട് സാധനം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ 10 എണ്ണമാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മള് 3 എണ്ണം ആക്കിയിട്ട് ചുരുക്കിയിട്ട് അത് 999 രൂപക്ക് കൊടുക്കണം. 495 രൂപയാണ് അതിന്റെ പ്രൈസ് വരുന്നത്. 499 500 രൂപയാണ് അതിന്റെ ഒരു പീസിന് വരുന്നത്. പക്ഷെ നമ്മൾ അത് ഓഫറായിട്ട് കൊടുക്കുമ്പോൾ 3 എണ്ണം എടുക്കുമ്പോൾ 999 രൂപ എന്നുള്ള നിലക്കാണ് നമ്മൾ കൊടുക്കണം. റമദാനൊക്കെയാണ്. അപ്പൊ ആ ഒരു ഇതിലിപ്പോ എന്താ പറയാ, നല്ലൊരു ഓഫർ എല്ലാവർക്കും കിട്ടാനുണ്ട്. അപ്പൊ നല്ല പോക്ക് പോയിട്ടുണ്ട് കുറെ ആൾക്കാർ. പിന്നെ കുറെ ആൾക്കാരുടെ സംശയം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 3 എണ്ണം വെച്ച് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ ആ 3 എണ്ണം പാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പാക്കറ്റ് എടുക്കുന്നത് മാത്രം. ആ 10 എണ്ണം 10 കളറും ഒന്നുക്കൊന്നുക്ക് മെച്ചല്ല കളർ. കുറെ ആൾക്കാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഫോട്ടോസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് അവർ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഈ കളർ ഉണ്ടായാൽ മതി, ബാക്കി ഏത് 2 കളർ ഉണ്ടായാലും കുഴപ്പമില്ല, 2 കളറും നല്ല തന്നെയാണ്. പിന്നെ ഓരോരുത്തരുടെ ഉള്ള കളേഴ്സാണ്. പക്ഷെ ഈ ഒരു സമയത്ത് കിട്ടുന്ന ഈ ഓഫർ അതൊന്ന് മിസ്സാക്കരുത്. കാരണം വളരെ ഉപകാരമാണ്. വളരെ ഉപകാരം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ, ഇപ്പൊ പെരുന്നാൾക്കൊക്കെ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കും. നോമ്പൊക്കെ നോമ്പിന്റെ സമയത്ത് നമ്മളൊരു മനസ്സറിഞ്ഞ ഒരാൾക്കൊരു എന്താണ് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് 1000 രൂപ ഉള്ളതിന് വരുന്ന 999 രൂപയാണ് വരുന്നുള്ളൂ. ആ പൈസ കൊടുത്ത് എടുത്ത ഒരാൾക്ക് കൊടുക്കുമ്പോൾ 3 എണ്ണം കിട്ടും. ഒരൊറ്റ 1000 രൂപക്ക് 3 എണ്ണം കിട്ടുന്നുണ്ട്. അതും നല്ല ക്വാളിറ്റി ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത്. വേറെ ഒരു കോംപ്രമൈസും ഇല്ല ക്വാളിറ്റിക്കുള്ളിൽ ഇട്ടാ. സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ, നല്ല അടിപൊളി പ്രിന്റഡ് ആണ് വരുന്നത്. നല്ല രസമുള്ള. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്താ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അതിൽ പറഞ്ഞാൽ മതി. നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ആഡ് ചെയ്ത് താല്പര്യം പറഞ്ഞാൽ നമ്മൾ ആഡ് ആക്കി തരുന്നതാണ് കേട്ടോ. മനസ്സിലാവുക. പിന്നെ ഡീറ്റെയിൽ എന്തായാലും ഞാൻ ചോദിക്കും. ഡീറ്റെയിൽ എന്തായാലും കിട്ടണം. അല്ലാത്തൊരാളെ നമ്മുടെ ഗ്രൂപ്പിൽ അല്ലേ, നമുക്ക് കുറെ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നിങ്ങളുടെ നമ്പർ വേറെ ആൾക്ക് പോകാനും പാടില്ലല്ലോ. അപ്പൊ അതൊക്കെ നോക്കിയിട്ടേ നമ്മൾ എടുക്കുള്ളൂ. ഒരാളെയും എന്തെയില്ല എക്സ്ട്രാ നമ്മൾ അങ്ങനെ ആഡ് ചെയ്ത് കയറ്റുന്നില്ല. അപ്പം മറക്കണ്ട കേട്ടോ മക്കളെ. ഇതാണ് ഇതിന്റെ ഓഫർ എന്ന് പറഞ്ഞത്. ഏറ്റവും ബെസ്റ്റ് ഓഫറാണ്. നല്ല സാധനങ്ങളാണ്, നല്ല വെറൈറ്റി ടൈപ്പ് മോഡൽസ് ആണ്. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ നമുക്ക് ഈ മെറ്റീരിയൽ എന്ത് ചെയ്യാം ഒന്ന് നോക്കി നോക്കാം. ഇതിന്റെ പ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിൾ പ്രൈസ് ഉള്ളൂ. 1595 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. വെറും 1595 രൂപക്ക് ഏറ്റവും നല്ല പാർട്ടി വെയർ ആയിട്ട് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഡിജിറ്റൽ ടൈപ്പ് പ്രിന്റഡിലാണ് ഇതിന്റെ മെറ്റീരിയൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇത് കാണിക്കുന്ന ഏതെങ്കിലും പീസ് ഇഷ്ടമായാലും സ്ക്രീൻഷോട്ട് എടുക്കുക. ഈ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്ത് തന്നാൽ മതി. വീട്ടിലേക്ക് നിങ്ങൾ തരുന്ന അഡ്രസ്സിന് നമ്മൾ എന്ത് ചെയ്യും, പോസ്റ്റ് വഴിയോ DTDC വഴിയോ നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് എത്തിച്ചേരുന്നതാണ്. പറയുന്ന അഡ്രസ്സിൽ കിട്ടാ. ഓക്കെ, ഇൻഷാല്ലാ മറക്കണ്ട. അപ്പൊ ഇൻഷാല്ലാ സെറ്റ് ചെയ്തിട്ട് നോക്കിക്കോളി. ഇഷ്ടം പോലെ പീസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വരുന്നത് 1595 രൂപയുടെ ഇതിൽ വരുന്നത് ഒരു വൈലറ്റ് കളറും ആണല്ലേ. വൈലറ്റ് കളറൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുത്തതാണ്. 48 ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. 48 ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. അടിച്ചിട്ട് വരുമ്പോ എങ്ങനെ വരുമ്പോഴും ഒരു 47 ഒക്കെ എന്തായാലും കിട്ടും കേട്ടോ. ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത്. ഈ പോർഷൻ വരുന്നത് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ, ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് കേട്ടോ. ഇതാണ് ഇവിടുന്ന് ടോപ്പ് വരുന്നത്. ഈ ഒരു ടോപ്പിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനിൽ മാത്രം, അതായത് ചെസ്റ്റിന്റെ ഈ ഒരു പോർഷനിൽ മാത്രം ഇതില്ലേ ചെറിയൊരു ത്രെഡ് വർക്കിൽ നമ്മളൊരു പട്ട പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. ഇത് വേറെ എക്സ്ട്രാ വർക്ക് ഒന്നും. കാരണം സിമ്പിൾ ആണ്, പക്ഷെ നല്ല ഭംഗി ഉണ്ടാവും. അടിയിൽ കണ്ടില്ലേ, ഈ ഒരു പാറ്റേണിലാണ് ഇതിൽ അടിഭാഗം കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ നല്ല രസമുള്ള സാധനം. ഇനി ബാക്ക് സൈഡ് സെയിം പ്രിന്റഡ് തന്നെ, വേറെ ഒന്നും ഉണ്ടാവില്ല. സുന്ദരമായിട്ട് എന്ത് ചെയ്യാ ഇടാൻ പറ്റുന്നത്. ഈ സൈഡ് എന്താണ് അപ്പോ സ്ലീവ് ആണ്. ഈ ഒരു ഭാഗം സ്ലീവ് ആണ് വരുന്നത് കേട്ടോ. കുട്ടിക്ക് ക്ലാസ് എടുക്കാൻ വാങ്ങിയ ചില സമയത്ത് ഞാൻ കണ്ടില്ല, നല്ല ഭംഗിയാണ്. പിന്നെ വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ലോണം സൂക്ഷിച്ച് വാഷ് ചെയ്യാൻ നോക്കുക. എപ്പോഴും ഞാൻ പറയണ പോലെ തന്നെ ബക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, വെള്ളം എടുത്ത് മുക്കി അങ്ങനെ ഷാമ്പു ഇട്ട് യൂസ് ചെയ്താൽ മതി. കൈകൊണ്ട് നമ്മൾ അതും മൃദുവായിട്ട് എന്ത് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഡ്രസ്സ് അല്ലേ, നമ്മളെ പൈസ അല്ലേ, നമ്മൾ കെട്ടിയോ ഉണ്ടാക്കിയ പൈസ അല്ലേ. നിങ്ങളിപ്പോ നയിച്ചുണ്ടാക്കിയ പൈസ ആണെങ്കിലും അതിനൊരു വാല്യൂ ഇല്ലേ.
അപ്പൊ ആ വാല്യൂ കളയാണ്ടിരിക്കുക. നല്ല അടിപൊളിയായിട്ട് നോക്കി കൊണ്ടുനടന്ന ഒരുപാട് കാലം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇടാൻ പറ്റും. അയൺ ചെയ്യുന്ന സമയത്തായാലും ചെറിയ ചൂടിൽ അയൺ ചെയ്യുക. 5 കൊല്ലം കൊടുത്തിട്ട് ഫുള്ള് കൊണ്ട് തിരിച്ചിടുക, എന്നിട്ട് ഭയങ്കര പവറിലിട്ട് അടിച്ചിട്ടുള്ള പുകയും കഴിച്ചിട്ടുണ്ടെങ്കിൽ 6-7 ദിവസമൊക്കെ ഇടാൻ പറ്റുള്ളൂ. ഇതിന്റെ തുണിയുടെ ഇത് പോവും, മനസ്സിലായില്ലേ? അപ്പൊ നല്ലോണം നോക്കി കണ്ട് നല്ല വൃത്തിയിൽ അടിപൊളിയായിട്ട് ഇട്ടെടുക്കുക. എല്ലാവർക്കും ഭയങ്കര അസൂയാവണം. നിങ്ങൾ ഇട്ട് വരുമ്പോ ഇച്ചെവിടുന്നത് എടുക്കണം എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് വരണം, മനസ്സിലായ? ഇപ്പൊ എല്ലാവരും ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. ഇതാണ് മോഡല്, ഇതാണ് അതിന്റെ ബോട്ടം. വയലറ്റ് കളർ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ലൈറ്റ് വയലറ്റ് ആട്ടാ കൊടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടാ. ഇനി ഇതാണ് എന്റെ ഷോള്. ഷോളൊക്കെ വളരെ സോഫ്റ്റാണ്, ഭയങ്കര സുഖമുള്ള മെറ്റീരിയലാണ് വരുന്നത് കേട്ടാ. എന്താ ഷോളൊക്കെ സെറ്റപ്പ് ഷോള്, രക്ഷയില്ലാത്ത ഷോള് കേട്ടോ. അതാ ഇങ്ങനെയാണ് എന്റെ ടോപ്പും ഷോളും ഇങ്ങനെയാണ് വരിക. നല്ല ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഭംഗി. ഇന്നൊന്ന് വേണ്ട ആൾക്കാരുണ്ടാ, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോട്ടിട്ടാ. സെറ്റല്ലേ, സൂപ്പർ പീസ്. പെരുന്നാൾക്ക് നിങ്ങൾ ഉഷാറാവും. അതും നോമ്പിനൊക്കെ നമ്മള് ഞാൻ വേറെ ഒരു കാര്യം പറഞ്ഞിട്ടാ. നോമ്പിന് നമ്മൾ ഡ്രസ്സ്, പെരുന്നാൾക്കുള്ള ഡ്രസ്സ് എടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഇങ്ങനത്തെ വെച്ചെടുത്താൽ തന്നെ ഒരു വേറെ പുണ്യം കിട്ടും. അതായത് ബിസിനസ്സിൽ ഞാനും മറിഞ്ഞ് ചേർക്കണമല്ല, ഇതിൽ ഞാൻ ആരാധന ചേർക്കണമല്ല. പക്ഷെ ഇത് നമുക്ക് എന്താണ്ട് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കല് സുന്നത്തുള്ള കാര്യം തന്നെ അല്ലെ. അപ്പൊ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എടുക്കുമ്പോ മനസ്സറിഞ്ഞ് എടുത്തോണ്ടി, നല്ല രസമായിട്ട് എടുത്തോണ്ടി. ഇന്ത്യ തന്നെ എടുക്കണം നിൽക്കുന്ന നിർബന്ധമില്ല കേട്ടോ മക്കളെ. പക്ഷെ ഇന്ത്യ എടുക്കുമ്പോ എന്നുള്ളത് ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും നല്ല സാധനങ്ങളായിരിക്കും, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള സാധനമായിരിക്കും, ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിലുള്ള സാധനമായിരിക്കും. ഓക്കെ, ഇതാ നമുക്ക് തന്നെ അത്യാവശ്യം കുറെ ഷോപ്പുണ്ട്. ഇപ്പൊ എന്താ പറയാ, തൊടുപുഴയിൽ ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ തുറന്ന ഷോപ്പ് ഭയങ്കര എൻക്വയറി തന്നെ, ഭയങ്കര എൻക്വയറി. അവിടുന്ന് ഓരോരുത്തർ നല്ല എന്തുമാതിരി നല്ല ബെസ്റ്റ് കസ്റ്റമേഴ്സ് പറയാം. അവരൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ മോഡല് കുറെ കാലത്തിന് ശേഷം വെച്ചാൽ പുറത്തൊക്കെ പോയിട്ട് എടുക്കണവർക്ക്, വേറെ വേറെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവർക്ക് അങ്ങനത്തെ മോഡലുകൾ കിട്ടണുള്ളൂ. പിന്നെ ഓൺലൈനിൽ അവിടെ നിന്നൊക്കെ കിട്ടുമ്പോൾ മാത്രമേ അങ്ങനെ കിട്ടുന്നുള്ളൂ. അല്ലാതെ ഇങ്ങനത്തെ ഷോപ്പ് നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ ഇത്രയും ഒരു വെസ്റ്റേൺ ടൈപ്പ് ഒരു പാറ്റേണിലൊക്കെ വരുന്ന ഡ്രസ്സൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാല് ഒരു ഓൺലൈനിലും അങ്ങനത്തെ ഷോപ്പ് ഇവിടുത്തെ കിട്ടുള്ളൂ. പക്ഷെ ഇത് നമ്മൾ വെറും ഇങ്ങനത്തെ പാറ്റേൺ ആകുമ്പോൾ എന്താ വെച്ചാൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് അവർക്ക്. ഭയങ്കര ബെസ്റ്റ് കസ്റ്റമേഴ്സ് അവിടുത്തെ, ഒരു രക്ഷയില്ലാത്ത നല്ല ഇതുള്ള കസ്റ്റമേഴ്സ് ആണ് കേട്ടോ. എന്തായാലും ഇൻഷാല്ല ചാവക്കാട് മോശമല്ല കേട്ടാ. ചാവക്കാടിന് ഇനി തകർക്കഴിഞ്ഞ ഒരാളില്ല, അത് വേറെ വിഷയം. ചാവക്കാട് അത് ചാവക്കാട് തന്നെയാണ്, കുറച്ച് കൂട്ടി തന്നെ എന്നാണില്ലേ ചാവക്കാട് എന്ന് പറയുമ്പോ. ഇതാ അതാണ് നമ്മളെ ചാവക്കാട്. ചാവക്കാട്ടിന്റെ അമ്മാതിരി ലുക്കില് നടക്കുക, നല്ല കിടിലം ഇതില്ല നടക്കുക. എടുക്കുമ്പോ കായ് നോക്കൂല, പൈസ ഉണ്ട് നോക്കൂല, അത് ഇട്ടിക്കന്നെ നല്ല സാധനമായിരിക്കണം. അതാണ് നമ്മളെ ചാവക്കാട്ടിന്റെ പ്രത്യേകത. നല്ല സാധനം, വെറും 1595 രൂപക്ക് കിടിലം പീസ്. ഗ്രേ കളറാണ് ഇതിന്റെ ബോട്ടം കൊടുത്തിട്ടുള്ളത്. ഗ്രേയും മെറൂണും എന്ത് ലൈറ്റ് യെല്ലോ കളർ ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടാ. ഡാർക്ക് ഗ്രേ, ലൈറ്റ് ഗ്രേ, യെല്ലോ കളർ, മെറൂണും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത്. നല്ല രസമുണ്ട് കാണാന്. ഇതാ ഷോൾ ഇത് വരുന്നു കേട്ടാ. ഷോൾ ഉണ്ടല്ലേ, ഷോളാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയിൽ ലൈൻ ടൈപ്പ് മോഡലാണ് ചെയ്തിട്ടുള്ളത് ഷോൾ. അതായത് നമ്മൾ സ്ലീവ് മേലെ കൊടുത്തിട്ടില്ലേ, ഈ സ്ലീവിന്റെ എൻഡിൽ കൊടുത്തിട്ടുള്ള ഇതാ സ്ലീവ് കൊടുത്തിട്ടുണ്ട്. ലൈൻ ഉണ്ടല്ലേ, ഈ ലൈൻ ഉണ്ടല്ലേ സ്ലീവ് കൊടുത്തിട്ടുള്ള ആ ലൈനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൽ എന്ത് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് ഉണ്ടല്ലേ. അപ്പൊ നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൽ കിട്ടു വരുമ്പോ ഒരു രക്ഷ ഉണ്ടാവില്ല. സൂപ്പർ സാധനം കേട്ടോ മക്കളെ, ധൈര്യമായിട്ട് എടുത്തു. ഓരോ പീസും അടിപൊളി. അടുത്തെടുക്കുമ്പോ അതാണ് അടിപൊളി എന്ന് തോന്നുന്നത്. പിന്നെ അടുത്തെടുക്കുമ്പോ അതാണ്. നമ്മൾ അതാണ് പറഞ്ഞത്, ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കും. ചില കസ്റ്റമേഴ്സ് വന്നിട്ട് പറയും ഒരെണ്ണം എടുക്കാൻ വന്നാൽ ചിലപ്പോ 2 3 എത്തും. അതാണ് നമ്മളൊരു പ്രത്യേകത. 48 ലെങ്ത്തിൽ അടിച്ചിട്ട് വരുമ്പോൾ 47 ലെങ്ത്തിലേക്ക് ആവുന്ന അടിപൊളി സൂപ്പർ സ്റ്റാൻഡേർഡ് പാറ്റേൺ. സ്ലീവ് ആണ് ഈ വരുന്നത്. അടിപൊളി മെറ്റീരിയൽ. നമുക്കിപ്പോ ഇതിന്റെ സൈസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 29 ആണ് ഇതിന്റെ വീതി കിട്ടുന്നത്. അതായത് 48 ലെങ്ത്തിലേക്കൊക്കെ വരുന്ന പാറ്റേൺ. ഭയങ്കര രസമുള്ള സാധനം ട്ടാ, സൂപ്പർ സാധനം. 48 58 ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മെറ്റീരിയൽ. ഇതാണ് എൻ്റെ ഒരു ടോപ്പ് വരുന്നത്. എത്ര റേറ്റ്? 1590. ഗുഡ്. നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ട് അതന്നെ. അതിന്റെ ബോട്ടം വന്നിട്ടില്ലേ, ഒരു രക്ഷയില്ലാത്ത ഒരു ഗ്രേ കളർ അല്ലത്. ഇതൊരു ലൈറ്റ് ഗ്രീൻ മിക്സിലൊക്കെ പെടുത്താൻ പറ്റില്ല. അതായത് പേസ്റ്റൽ ഷെയ്ഡ് ഗ്രീൻ ഒക്കെ കൊടുത്തിട്ടുള്ള അങ്ങനത്തെ ഒരു കളറാണ് വരുന്നത്. ഭയങ്കര രസമുള്ള കളർ ഇട്ടാ, നല്ല രസമുള്ള അടിപൊളി കളർ. ഇതിന്റെ കളറിന്റെ പേര് എനിക്കറിയില്ല, നിങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ടി വരും മക്കളെ. നല്ല ഭംഗി കാണാൻ കേട്ടോ, നല്ല രസം കാണാൻ. അതിക്ക് ബ്ലാക്ക് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് കൊടുത്താൽ പിന്നെ നിങ്ങൾക്ക് അറിയാലോ
ഒട്ടുക്കത്തെ ലുക്കാ. കുറേ ചങ്കുകൾ ഉണ്ടാകുമ്പോൾ അതിലൊരു കത്താളുണ്ടാകുമ്പോൾ ഭയങ്കര അവനായിരിക്കും അതിലെ സ്റ്റാർ എന്ന് പറയില്ല, അതുപോലെയാണ് ഇതൊക്കെ. ഇതാ ഓനെ കാത്തുക്കണവരുണ്ടാവും, ഇങ്ങനെ കാത്തുക്കും, ഇന്നൊക്കെ കാത്തുക്കണ മാതിരി. ഇതാ ഇതാ അടിപൊളി പീസ്, നല്ല ഭംഗിയുള്ള വെറൈറ്റി ടൈപ്പ് പീസ്, നല്ല രസമാണ് കാണാൻ തന്നെ. ഈ അജാതി ലുക്കാ നോക്കി നിങ്ങള്. വെറും 1595 രൂപക്കാണ് ഈ കാണിക്കുന്ന കല്യാണത്തിന് ഇടാനും. ഇനി ബർത്ത്ഡേ ആവട്ടെ, കല്യാണം ആവട്ടെ, എന്താവട്ടെ, എന്തിനു കൊടുക്കാം. മരണത്തിന്റെ ഫംഗ്ഷൻക്ക് വരെ ഡ്രസ്സ് എടുക്കാൻ വന്ന ആൾക്കാരുണ്ട്, പറഞ്ഞു വരുന്നവരുണ്ട്. ഡ്രസ്സ് എടുത്ത് നമുക്കത് അത്ഭുതമാണ്, എനിക്ക് അത്ഭുതമാണ് പറഞ്ഞ് ഇതാക്കുമ്പോ. മരിച്ചോടത്ത് പോകാൻ വേണ്ടിയിട്ടുള്ളതെന്ന് പറയുമ്പോ നമുക്ക് ഭയങ്കര മരിച്ചോടത്ത് പോകുമ്പോ ഡ്രസ്സ് എടുക്കുക. അപ്പൊ അതെന്തോ മരിച്ചതിന്റെ എന്തോ ഒരു ഫംഗ്ഷനാണ്. പക്ഷെ എന്നാലും നമ്മുടെ ഡ്രസ്സൊന്നുമില്ല, വെറുതെ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ മതി. അങ്ങനെയൊക്കെ പറയണം. ഞാൻ പറഞ്ഞുകൊണ്ട് മോശമായിട്ടല്ല, എന്റെ കാഴ്ചപ്പാട്ടിൽ അത് മോശമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരിക്കലും പറയരുത്. മരണത്തിന് പോകുമ്പോഴാളെ ഡ്രസ്സാണെന്ന് ഒരിക്കലും പറയരുത്. മരിച്ചോട്ട് പോകുമ്പോഴാളെ ഡ്രസ്സാണെന്ന് എവിടെയും പോയിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ഡ്രസ്സ് എടുക്കരുത്, മനസ്സിലായ? നമ്മളങ്ങനെ ജസ്റ്റ് ആ ഡ്രസ്സ് വെറുതെ എടുക്കണമെന്ന് പറഞ്ഞാൽ മതി, എത്ര പറഞ്ഞാൽ ഇല്ല, വെറുതെ അങ്ങനെ ഇവിടെയൊക്കെ പോകുമ്പോഴല്ലോ അങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നമ്മക്കൊക്കെ അത് കേൾക്കുമ്പോ പേടിയാ. എന്താ മരണം പേടിക്കണ്ടേ എല്ലാവർക്കും? എന്താ കണ്ടില്ലേ കിട്ടില്ല പീസ്, അത് പർപ്പിൾ കളറിന്റെ പാറ്റേണിൽ വരുന്നുണ്ട്. പർപ്പിൾ ആണ് ഇതിന്റെ മെയിൻ കളർ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല അടിപൊളി കളർ എന്ത് ചെയ്തിട്ടുണ്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച ടോപ്പിന്റെ പിസ്ത, ഒരു പച്ച പിസ്ത അല്ല, പച്ച എന്നല്ല, പേസ്റ്റൽ പച്ച, ആ പച്ച ഇതിന്റെ മിക്സ് ചെയ്തിട്ട് കളർ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പർപ്പിൾ പാന്റ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് അതിന് കൊടുത്തിട്ടുള്ളത്. ഡാർക്ക് ഹെവി പർപ്പിൾ അല്ല കേട്ടാ, ലൈറ്റ് ഷെയ്ഡ്, ഒരു വയലറ്റിലൊക്കെ പെടുത്താൻ പറ്റുന്ന ഒരു പാറ്റേണിൽ വരുന്ന ഇതാണ്. നല്ല ഭംഗിയുണ്ട്. ഫസ്റ്റത്തെ ലാവൻഡർ ആണെന്ന് തോന്നുന്നില്ല. ഫസ്റ്റ് കാണിച്ച പീസ് ഒന്ന് നോക്കി നോക്കാം നിങ്ങൾ, വീഡിയോ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നോക്കി നോക്കട്ടോ. ഫസ്റ്റത്തെ കളർ ഏതാണെന്ന് ഒന്ന് പറഞ്ഞു തരട്ടെ. കളർ പറയുന്നതിൽ വല്ല തെറ്റിനെ എനിക്ക് പറഞ്ഞു തരണം, എന്നാലും എനിക്ക് അടുത്തേക്ക് പറഞ്ഞു. നമുക്ക് ഇതിനെ കുറിച്ച് യാതൊരു അറിയില്ല, നമുക്ക് തുണിനെ കുറിച്ച് അറിയാന്നല്ലാതെ കളറൊക്കെ ചില സമയത്ത് അറിയുന്ന കളറായിരിക്കും, പക്ഷെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ മാറിപ്പോകും. ഏതോ ഒരു കവിയാണ് അന്ന് ഒരു പരിപാടിക്ക് ജനഗണമന ചെല്ലിട്ട് ജനഗണ മംഗള അത് ലാസ്റ്റത്തെ ഇതെടുത്തിട്ട് ഫസ്റ്റ് കൊടുത്തിട്ട് അത് ആ ഒരു ക്രൗഡിനും ആ സിറ്റുവേഷനാണ്. എല്ലാം അറിയുന്ന ആൾക്കാരായിരിക്കും. ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറ്റും നമുക്ക് അതിൽ വരുന്നതാണ്. അതുപോലത്തെ ഒരു മിസ്റ്റേക്കാണ് ഇത്. ചില സമയത്ത് നമുക്ക് നോക്കും അറിയുന്ന കളറായിരിക്കും, പക്ഷെ പെട്ടെന്ന് കിട്ടില്ല, വായിൽ വരില്ല ട്ടാ. അപ്പൊ നിങ്ങൾ പറഞ്ഞ അതൊരു ഗുണം, സുഖം. ഇതാ എങ്ങനെയുണ്ട്? എന്താ 3 നോമ്പായിട്ടുള്ള അപ്പുറത്തിന് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉഷാറായിക്കാ. നല്ല അടിപൊളി സാധനം. ഇതാ എടുത്ത ഫോട്ടോ എടുത്തില്ലേ, ഇത്രേ ഉള്ളൂ. നല്ല രസമുള്ള സാധനം. പകലെന്നെ ഇത്ര നേരം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ കൊയങ്ങാട് എടുത്തിട്ടാ. ഇത് ടൊമാറ്റോ റെഡിൽ വരുന്ന കളർ, ഭയങ്കര രസമാണ്. അതാ ടൊമാറ്റോ റെഡിൽ വരുന്ന കളർ നല്ല രസമാണ്. ഇതിന്റെ സ്ലീവ് ആ ലൈൻ ടൈപ്പ് ആയ കാരണം ഭയങ്കര രസമാണ്. കാരണം ഫുൾ പ്രിന്റഡിലേക്ക് ഈ പ്രിന്റിന്റെ സ്ലീവ് വരുമ്പോ ഒറ്റ പാറ്റേൺ ആയിട്ട് നിൽക്കും. ഇത് സ്ലീവ് ഒരു ലൈൻ ടൈപ്പ്, ഇവിടെ ഒക്കെ ഫുൾ വേറെ പാറ്റേൺ വരുമ്പോൾ ഒരു വെറൈറ്റി ലുക്ക്. എന്നിട്ട് അതേ പാറ്റേൺ ആണ് ഇത് സ്ലീവ് കൊടുത്തിട്ടുള്ള, അതേ പാറ്റേൺ തന്നെ ഷോളുമിലും കൊടുത്തിട്ടുള്ള. അപ്പൊ അതാവുമ്പോ ഒരു വെറൈറ്റി ലുക്ക് തന്നെയാണ് ഇത് പൊതുവെ ഇതിന് കിട്ടുന്നത് കേട്ടോ. നല്ല ഭംഗി കിട്ടുന്നുണ്ട്. ഇതാണ് അതിന്റെ ബാക്കിലെ സിറ്റുവേഷൻ വരുന്നത്. ഇങ്ങനെയാണ് ബാക്ക് ഭാഗമൊക്കെ വരുന്നത്, ഇങ്ങനെയാണ് ഉണ്ടല്ലേ. നല്ല ഭംഗിയാണ് കാണാൻ തന്നെ, വെറൈറ്റി പാറ്റേൺ ആണ്. ബോട്ടത വരുന്നത് ടൊമാറ്റോ റെഡിൽ തന്നെയാണ്. പേസ്റ്റൽ ഷെയ്ഡ് ആണ് എല്ലാം കേട്ടാ. അതായത് ടൊമാറ്റോ റെഡ് ഭയങ്കര ഉദ്ദേശിക്കുന്ന റെഡ് ഒന്നും കേട്ടാ. ടൊമാറ്റോ റെഡ് ഓവറായിട്ട് നിന്നാലേ ഏതാ കളർ വരുന്ന അറിയോ? പിങ്ക് കളർ വരും. ഇതങ്ങനെ ഓവറായിട്ട് വാരിക്കോരി കൊടുത്തിട്ടില്ല എന്ന് മാത്രം. ഇതാ ഇതെങ്ങനെയുണ്ട്? ഷോൾ ഉണ്ടല്ലേ, നല്ല രസമുള്ള പ്രിന്റും നല്ല രസമുള്ള ലൈനൊക്കെ കൊടുത്ത് നല്ല സോഫ്റ്റ് ഷോൾ. ആ ഒരു ലൈൻ തന്നെ നമുക്ക് ഫീൽ ചെയ്യണ മാതിരി അത്രയും സുഖമുണ്ട് കാണാൻ, അത്രയും ഭംഗി. അതിന്റെ ഒരു ഷോളൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. ചില നല്ല സിനിമ ഉണ്ടാകും നമുക്കറിയാം, കഥ നമുക്ക് ശരിക്കും മനസ്സിലാക്കില്ല. ഒരു അങ്ങനെയൊന്നുമില്ല. അതേപോലെ ഇതൊക്കെ എന്താ പറയാ ഫീൽ ചെയ്യാൻ പറ്റും. ആണോ ഒരു രക്ഷയില്ലാത്ത കിടിലം പീസ് എന്നൊക്കെയാണ്. കിടിലം പീസ്. അടുത്തത് പീകോക്ക് ഗ്രീൻ ആണ് വരുന്നത്. ഏത് കളറ്? പീകോക്ക് ഗ്രീൻ. നല്ല അടിപൊളി പീകോക്ക് ഗ്രീനില് നല്ല സൂപ്പർ സാധനം കണ്ടല്ലേ. ബാക്ക് സൈഡ് ഒക്കെ കണ്ടില്ലേ. മെറ്റീരിയലൊക്കെ നോക്കിക്കോ, നോക്കിക്കോ. നമ്മക്കപ്പൊ എന്താ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത സൂപ്പർ സാധനം കേട്ടാ. ബാക്ക് സൈഡ് ഒക്കെ കണ്ടില്ലേ നിങ്ങള്, നല്ല അടിപൊളി. നമ്മളെ സ്ഥിരം കസ്റ്റമർ ഉണ്ട് ഇരിങ്ങാലക്കുടത്തെ. രക്ഷയില്ലാത്ത സാധനം. ചില ഇതാണ് സ്വഭാവമാണ് ചിലവർക്ക്. ഒരാളെ നല്ലതാക്കി ഉണ്ടാവും, ഒരാളുടെ സ്വഭാവമാണ്. അങ്ങനത്തെ ഒരു കസ്റ്റമർ
സൂപ്പർ രസമാണ്. ഇൻഷാല്ലാ ഒക്കെ നിലനിർത്തി കൊടുക്കട്ടെ. ഞാൻ എപ്പോഴും അങ്ങനത്തെ ആൾക്കാരെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുക. ഞാൻ അങ്ങനെ ഒക്കെ നിലനിർത്തി കൊടുക്കും. നല്ല നിലനിർത്തി കൊടുക്കണം. വെട്ടക്കൊക്കെ തെറിച്ച് പോകണം. അങ്ങനെയല്ല വേണ്ടത്, അങ്ങനെയാണ് വേണ്ടത്. ഇതാണ് അതിന്റെ ഷോള് വരുന്നത്. ഭയങ്കര രസമുള്ള അടിപൊളി ഷോള്. സൂപ്പർ 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 സാധനം ഉണ്ടല്ലേ. സൂപ്പർ പീസ്, ഏറ്റവും ബെസ്റ്റില് ഏറ്റവും ബെസ്റ്റ്, നല്ല സാധനം. ഇനി അടുത്തത് ഏതാ? പീകോക്ക് ബ്ലൂ ആണ് വരുന്നത്. പീകോക്ക് ബ്ലൂ വരുന്ന കളർ, അതായത് ടീൽ ബ്ലൂ അല്ലേ, നമ്മളെ ഇൻഡിഗോ ബ്ലൂ എന്നൊക്കെ പറയും. ടീൽ ബ്ലൂ അതന്നെ. ഞാൻ വേറെ അതിന്റെ മേലൊക്കെ എന്തെങ്കിലും നമുക്ക് വിശദീകരിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ കളർ തന്നെയാണ്. ലൈനിങ് എപ്പോഴും ഇടുമ്പോൾ ഞാൻ പറയണതാണ്, കുറച്ച് കട്ടിയുള്ള പാറ്റേൺ ഇടാതിരിക്കും. കട്ടിയുള്ള പാറ്റേൺ ഇടരുത്. നല്ല ഒതുങ്ങിക്കണം. സോഫ്റ്റിൽ വരുന്ന ഇപ്പൊ മെറ്റീരിയലൊക്കെ വരുന്നില്ല, അതിന് ഇട്ടാൽ മതി മക്കളെ. അതിനൊക്കൂല ട്ടാ. അത് ഇടുമ്പോഴാണ് അതിന്റെ ഭംഗി വരിക. നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് വരുന്നത്. ഒന്നിങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് ഇങ്ങനെ പതുക്കെ അടുത്ത പരിപാടി, നിങ്ങളെ പരിപാടി ഒന്ന് കണ്ട അപ്പത്തിങ്ങനെ കറക്റ്റം പൊന്നണ മാതിരി ഇങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. കണ്ടില്ലേ? എജ്ജാതി സാധനം, എജ്ജാതി മെറ്റീരിയൽ. ഇതാ സൂപ്പർ മെറ്റീരിയൽ, ഭയങ്കര സുഖമുള്ള മെറ്റീരിയൽ. ലൈനിങ് ഒക്കെ ഇടുമ്പോൾ സോഫ്റ്റ് ലൈനിങ് ഇടുക. ഒരുപാട് നമ്മൾ എന്ത് ചെയ്യുക, ഇടാൻ ഒതുങ്ങിക്കുന്ന ഫീൽ ആയിട്ട് നിൽക്കുന്നത്. നല്ല കട്ടിയുള്ള ലൈനിങ് ഇടുമ്പോൾ ലൈനിങ്ങിന്റെ ആ കട്ടി ഈ ചുരിദാർ, അപ്പൊ നമുക്ക് ഈ മെറ്റീരിയലിന്റെ ഇതുണ്ടല്ലോ, ആ ഒരു സോഫ്റ്റ്നെസ് അത് നമുക്ക് ഫീൽ ചെയ്യാൻ കിട്ടില്ല. അതാ പറഞ്ഞത് കേട്ടോ. അതാ അതിന്റെ ബോട്ടം വരും. ഇതാണ് അതിന്റെ ഷോൾ വരുന്നത്. സ്പീഡാക്കട്ടെ, സമയമില്ല. ഷോളൊക്കെ എപ്പടി സൂപ്പർ അല്ലേ? സൂപ്പർ സാധനം, രക്ഷയില്ലാതെ സൂപ്പർ സാധനം. ഫോട്ടോ എടുത്തില്ല? എടുത്തോ, ധൈര്യം മാറ്റി എടുത്തോ. രക്ഷയില്ലാത്ത പാറ്റേൺ ആണ്. ഇതൊക്കെ നല്ല ഭംഗിയാണ്. നല്ല ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പീസ് എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് ബ്ലാക്കും മെറൂണും ഗ്രേ കളറും ഗ്രീൻ കളറും എല്ലാം കൂടിയൊക്കെ കൂട്ടിത്തിട്ട് വരുന്ന കിടിലം പീസ് എന്നാണ്. കിടിലം പീസ് ബ്ലാക്ക്. എപ്പടി എങ്ങനെയുണ്ട് സാധനം? ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. നല്ല ഭംഗിയുള്ള പീസ്. 48 ലെങ്തില് സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് അടിച്ചിട്ടിടാൻ പറ്റും. അടിച്ചിട്ട് വരുമ്പോൾ 47 ഔട്ടാവും. 47 ആയാലും കുഴപ്പമൊന്നുമില്ല. 47 മെറ്റീരിയലിന് ഇടുന്ന വലിയത്. ചില ആൾക്കാർ ഇടാറുണ്ട്, ഹൈറ്റുള്ള ആൾക്കാർ ഒരു 52, 51, 50 ലെങ്തിലൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല ഹൈറ്റുള്ള ആൾക്കാർ എപ്പോഴും കുറഞ്ഞ ലെങ്ത് ഇടുമ്പോഴാണ് അതിന്റെ ഭംഗി വരും. നമുക്കൊരു ഭംഗിയില്ലേ, അത് കിട്ടണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഞാൻ ഇങ്ങനെയാണ് ഇട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാക്രിഫൈസ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അത് ചെയ്യണം. നമ്മളെല്ലാ മോഡലും ഇടണം. ടൈല് ബെറ്റർ ആണെന്ന് കണ്ടാൽ അതന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ബെറ്റർ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മളിങ്ങനെ മതി, ഇത് മതി, അത് വേണ്ട, ഇത് മതി, ഇത് വലിച്ചെറിയാൻ നോക്കുക. അതൊക്കെ അങ്ങനത്തെ മൈൻഡൊക്കെ എടുത്തിട്ട് പവർഫുൾ ആയിട്ട് നിൽക്കുന്നു. ഇതാ പാൻറ്. കല്യാണത്തിനൊക്കെ പോയാൽ ആൾക്കാരോട് ചോദിക്കണം, രക്ഷയില്ല ഡ്രസ്സ്, ഒരു രക്ഷയില്ല. ഡ്രസ്സിന്റെ ആ ഒരു ഫിനിഷിങ്, ആ ഇട്ടുള്ള ഇതിലാണ്. ആ ഡ്രസ്സിന്റെ ഭംഗി മാത്രമല്ല, നിങ്ങൾ ഇട്ടയിലുള്ള ഒരു ഭംഗി അതും കൂടി കേൾക്കുമ്പോണ്ടല്ലോ. നിങ്ങൾ തൊഴിലാത്ത ഓളക്കാട്ടെ ഭംഗി നിങ്ങളുണ്ട് എന്ന് പറയുമ്പോ തമ്മ ഒരു വലിയുണ്ട്, ഇങ്ങനെയൊക്കെ നിപ്പൊക്കെ ഉണ്ട്. നമ്മളിവിടെ അങ്ങനെ പറയാറില്ല കേട്ടോ. ഇവിടെ എല്ലാവർക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന എപ്പോഴും അറിയുന്ന കസ്റ്റമേഴ്സ് നമുക്ക് കൂടുതലും. ഇപ്പൊ പിന്നെ നമ്മളെ ചാനൽ കണ്ടിട്ട് വരുന്ന കുറെ കസ്റ്റമേഴ്സ് അവരും നമ്മളെ സ്ഥിരമായിക്കൊണ്ടിരിക്കുക. അവർക്ക് ഓൺലൈനിൽ എടുക്കാറുണ്ട്, പക്ഷെ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരും. അന്നെ നേരിട്ട് കണ്ടില്ലെങ്കിൽ ഒരു സമാധാനമൊക്കെ എടുക്കും. കാരണം വെച്ചാൽ നമ്മളിവിടെ വരുമ്പോ നമുക്കൊരു ഭയങ്കര സ്വന്തം ആൾക്കാരുമായിരിക്കാം. ഭയങ്കര ഒരു എന്താ പറയാ, ഒരു നല്ലൊരു ഫാമിലി അറിയില്ല നമ്മള്. ഫാമിലിയിൽ തന്നെ ഉണ്ടാവുമല്ലോ, ഫ്രണ്ട്സിനെക്കാളും ഭയങ്കര ബന്ധമുള്ള ഒരു പാറ്റേൺ. ആ ഒരു വൈബാണ് നമ്മളിവിടെ വന്നത്. സത്യം പറഞ്ഞാൽ എല്ലാവരോടും അങ്ങനെ തന്നെയാണ്. ചാറുപാറു സാധനം, ഒരു രക്ഷയില്ലാത്ത ഉള്ളപ്പം പീസ്, ഒരു രക്ഷയിലാണ്, ഒരു രക്ഷയില്ലാത്ത പാറ്റേൺ. എങ്ങനെയുണ്ട്? സുഖം സുഖം സുന്ദരം വൈബ് സാധനം. അപ്പൊ ഇൻഷാല്ലാ മറക്കണ്ട മക്കളെ, അടിപൊളി പീസ. ഇപ്പൊ 2 മണിക്ക് ഇതിന്റെ വേറെ പാറ്റേൺ മെറ്റീരിയൽ കാണിച്ചു തരാം. ലൈൻ ടൈപ്പ് ആയിട്ടുള്ള നല്ല കിഡിലം മെറ്റീരിയൽ എന്ത് ചെയ്യാം 2 മണിക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടാ. അപ്പൊ ഇത് മറക്കണ്ട. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കുക, കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം. എന്താണോ നിങ്ങളുടെ അഭിപ്രായത്തിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ എപ്പോഴും പറഞ്ഞ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട്, ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് അടിച്ചിട്ട് പോയിട്ട് ലൈക്ക് ചെയ്തിട്ട് വന്നോണ്ടിട്ടാ. മറക്കല്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോണ്ടിട്ടാ. ഇഷ്ടപ്പെട്ടിട്ട് ചെയ്താൽ മതി, നിർബന്ധമല്ല. നിങ്ങൾ ചെയ്താൽ അത്രയും സുഖം. അൽഹംദുലില്ലാ, അത്രേ ഉള്ളൂ.
വേറെ ഒന്നുമില്ല. ഓക്കെ, ഇൻഷാല്ലാ. കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി. ഇൻഷാല്ലാ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.